ഹലോ ഫ്രണ്ട്സ്, PSC ഹോട്ടലിയുടെ 17ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക് ആൽക്കലോയിഡുകൾ എന്നൊരു ടോപ്പിക്കുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്നൊരു ഹോട്ട് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കാണ്. നമുക്ക് എന്തായാലും പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവും അല്ലേ, ആൽക്കലോയിഡുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താഴെ കമൻറ്റ് ചെയ്തിട്ട് പോണേ. അതേപോലെ ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നിങ്ങൾ വെറുതെ ക്ലാസ് ഇടുന്ന സമയത്ത് വീഡിയോ കണ്ടാൽ മാത്രം പോരാട്ടോ. നന്നായിട്ട് പഠിച്ചു മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്ത് മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എങ്കിലേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കണം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ആൽക്കലോയിഡുകളാണ്. എന്താണ് ആൽക്കലോയിഡുകൾ? നമുക്ക് ഓരോന്ന് പഠിക്കാം കേട്ടോ. എന്താണ് ഈ ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നത്? ആൽക്കലോയിഡ് നമുക്ക് പഠിക്കാൻ ഒരു ടോപ്പിക്കും ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ ആൽക്കലോയിഡ് എന്ന് പറയുന്നത്? അതായത് ഈ നൈട്രജൻ ആറ്റം ഇല്ലേ, നൈട്രജൻ ട്ടോ, അത് മറക്കരുത്. നൈട്രജൻ ആറ്റം, ഇത് മറക്കരുത് കേട്ടോ. ഈ നൈട്രജൻ ആറ്റം അടങ്ങിയിട്ടുള്ള ഈ പ്രകൃതിദത്തമായിട്ടുള്ള ജൈവ സംയുക്തങ്ങളുടെ ഒരു വലിയ കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നത്. പ്രകൃതിദത്ത ജൈവ സംയുക്തങ്ങൾ കേട്ടോ. പ്രകൃതിദത്ത ജൈവ സംയുക്തങ്ങളിൽ എന്തുണ്ടാകും? നൈട്രജൻ ആറ്റം അടങ്ങിയിട്ടുണ്ടാകും കേട്ടോ. നൈട്രജൻ ആറ്റം അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത ജൈവ സംയുക്തങ്ങളുടെ ഒരു വലിയ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വരേണ്ട ക്വസ്റ്റ്യൻ ഇവിടെ ഇതാണ് പഠിക്കേണ്ടത്. നൈട്രജൻ ട്ടോ. നൈട്രജൻ ആറ്റം അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത ജൈവ സംയുക്തങ്ങളുടെ ഒരു വലിയ കൂട്ടത്തെ ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്കറിയാം ഈ മോർഫിൻ കേട്ടിട്ടുണ്ടാവും അല്ലെ നിങ്ങള്? മോർഫിൻ, അതുപോലെ തന്നെ കോഡിൽ. മോർഫിൻ, കോഡിൽ. എന്താണ് ഈ മോർഫിൻ, കോഡില്? ഇവയൊക്കെ മയക്കുമരുന്ന് വേദന സംഹാരികളാണ്. മയക്കുമരുന്ന് വേദന സംഹാരികൾ ആണ്. വേദന സംഹാരിയാണ് കേട്ടോ. മയക്കുമരുന്ന് വേദന സംഹാരിയാണ് ഏത്? മോർഫിനും കോഡിലും ട്ടോ. അതേപോലെ തന്നെ ഈ പല നമ്മളിപ്പോ ആൽക്കലോയിഡ് പറയുമ്പോൾ വൈദ്യശാസ്ത്രത്തിൽ തന്നെ എന്തു പറയുന്നുണ്ട്? ശ്രദ്ധേയമായിട്ട് ഇതിനെ കുറിച്ചിട്ട് വൈദ്യശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പല ആൽക്കലോയിഡുകളും ശ്രദ്ധേയമായി വൈദ്യശാസ്ത്രത്തില് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നവയാണ്. അപ്പൊ നമ്മള് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു, എന്താണ് ആൽക്കലോയിഡ് എന്ന് പഠിച്ചു. രണ്ടാമത് പഠിച്ചു മോർഫിനും കോഡിലും എന്താണ് എന്ന് ചോദിച്ചാൽ മയക്കുമരുന്ന് വേദന സംഹാരികളാണ് കേട്ടോ. ഇനി കോൾചിസിൻസ്. എന്താണ്? കോൾചിസിൻസ്. എന്താണ് ഈ കോൾചിസിൻസ്? കോൾചിസിൻസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കോൾചിസിൻസ് എന്താണ്? കോൾചിസിൻസ് എന്നും പറയാം, അല്ലെങ്കിൽ കോൾചിസിൻസ് എന്നും പറയാം അല്ലെ. എന്താണ്? സന്ധിവാതം അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന ഒരു ആൽക്കലോയിഡ് ആണ് കേട്ടോ. സന്ധിവാതം അടിച്ചമർത്താൻ, അതായത് ഇല്ലാതാക്കാൻ കേട്ടോ. അതായത് ഈ കോൾചിസിൻസ് ഉണ്ടാക്കുന്നത് ഏതിൽ നിന്നും ഉണ്ടാകുന്ന ആൽക്കലോയിഡ് ആണെന്ന് അറിയോ നിങ്ങൾക്ക്? ഈ ശരത്കാല ക്ലോക്കസിന്റെ കുരുക്കളിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? കുരുക്കളിൽ നിന്നാണ് ഈ കോൾചിസിൻസ് എന്ന ആൽക്കലോയിഡ് ഉണ്ടാകുന്നത് കേട്ടോ. ശരത്കാല ക്ലോക്കസിന്റെ കുരുക്കളിൽ നിന്നും വിത്തുകളിൽ നിന്നും ഒക്കെ ഉള്ള കോൾചിസിൻസ് സന്ധിവാതം അടിച്ചമർത്താനായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ എന്താണ്? ഒരു ആൽക്കലോയിഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ കാപ്പി, ചായ, അതുപോലെ കൊക്കോ അല്ലെ. കാപ്പി, ചായ, കൊക്കോ, ഇതിലൊക്കെ കാണപ്പെടുന്ന ഒരു ആൽക്കലോയിഡ് ഏതാണ്? കഫീൻ ആണ് അല്ലെ. അത് എന്താണ്? ഒരു കേന്ദ്ര നാഡീവ്യൂഹ ഉത്തേജകമാണ്. ആണ് ഏത്? ഈ കാഫീൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മോർഫിൻ, കഫീൻ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ മോർഫിൻ. എന്താണ് ഈ മോർഫിൻ പറഞ്ഞത്? വിഷബാധയ്ക്കുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. മറുമരുന്ന് അല്ലെ. മോർഫിൻ വിഷബാധ ഏറ്റു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാൻ വിഷബാധയ്ക്കുള്ള ഒരു മറുമരുന്നായിട്ട് ഏത് ഉപയോഗിക്കുന്നുണ്ട്? മോർഫിൻ എന്ന ആൽക്കലോയിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. മോർഫിൻ, കോഡിൻ മയക്കുമരുന്ന് വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ മോർഫിൻ വിഷബാധയ്ക്കുള്ള ഒരു മറുമരുന്നായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. കാപ്പി, ചായ, കൊക്കോയിലൊക്കെ കാണപ്പെടുന്നതാണ് കഫീന്. അതൊരു കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ ഒരു ഉത്തേജകമാണ്. അത് പഠിക്കുക. അതുപോലെ തന്നെ എമറ്റിൻ. എന്താണ് എമറ്റിൻ? ഇതൊക്കെ ആൽക്കലോയിഡുകളാണ് പഠിക്കുന്നത് കേട്ടോ. എന്താണ് എമറ്റിൻ? ആൽക്കലോയിഡിന്റെ ഉപയോഗം എന്താണ്? അമീബിക് ഡിസെന്ററി. എന്താണ്?
അമീബിക് ഡിസെന്ററി. ഓക്കെ, അമീബിക് ഡിസെന്ററി. അതുപോലെ തന്നെ പ്രോട്ടസോവ കൊണ്ടുണ്ടാകുന്ന അണുബാധ, പ്രോട്ടസോവ മൂലം ഉണ്ടാകുന്ന അണുബാധ, ഇവയുടെ ചികിത്സയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആൽക്കലോയിഡ് ആണ് ഏത്? എമറ്റിൻ. അപ്പോ എത്ര നമ്മൾ പഠിച്ചു? ഒന്ന് പഠിച്ചു അല്ലെ? എന്താണ് ആൽക്കലോയിഡ് എന്ന് പഠിച്ചു. എന്താണ് പറഞ്ഞത്? നൈട്രജൻ ആറ്റം അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത ജൈവ സംയുക്തങ്ങളുടെ ഒരു വലിയ കൂട്ടത്തെയാണ് ആൽക്കലോയിഡുകൾ എന്ന് നമ്മൾ പഠിച്ചു. മോർഫിൻ കോഡിൽ എന്ന ആൽക്കലോയിഡുകൾ എന്താണ്? മോർഫിൻ കോഡിൽ മയക്കുമരുന്ന് വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നു. മോർഫിനും കോഡിലും. എന്താണ് കോൾച്ചിസിൻസ് എന്ന ആൽക്കലോയിഡിന്റെ പ്രത്യേകത? ശരത്കാല ക്ലോക്കസിന്റെ കുരുക്കളിൽ നിന്നും അതുപോലെ വിത്തുകളിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ കോൾച്ചിസിൻസ്. ഇത് സന്ധിവാതം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കോൾച്ചിസിൻസ് എന്ന ആൽക്കലോയിഡ്. കാപ്പി, ചായ, കൊക്കോയിൽ കാണപ്പെടുന്നത് എന്താണ്? കഫീൻ ആണ്. ഈ കഫീൻ നമ്മൾ കാപ്പി ചായയൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ കേന്ദ്ര നാഡി വ്യൂഹങ്ങളെ എന്ത് ചെയ്യാണ്? നമ്മൾ ചായ കുടിച്ചോ ഒന്ന് ഉഷാറായി പറയില്ല, ഒരു കോഫി കുടിച്ചോ ഒന്ന് ഉഷാറാകും പറയാം. കാരണം എന്താണ്? അതിലുണ്ടാകുന്ന കഫീൻ എന്ന ആൽക്കലോയിഡ് നമ്മുടെ കേന്ദ്ര നാഡി വ്യൂഹത്തിന്റെ ഉത്തേജകമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഓക്കെ, ഇനി മോർഫിനോ? വിഷബാധ ഏറ്റു കഴിഞ്ഞാൽ അതിനൊരു മറുമരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് മോർഫിൻ എന്നത്. എമറ്റിൻ അമീബിക് ഡിസെന്ററി, പ്രോട്ടസോവ അണുബാധ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് എമറ്റിൻ എന്ന ആൽക്കലോയിഡ് ഉപയോഗിക്കുന്നത്. ഈ ആൽക്കലോയിഡുകളെ രാസപരമായിട്ട് വർഗീകരിക്കും. രാസപരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? വർഗീകരിക്കാറുണ്ട്. രാസപരമായിട്ട് വർഗീകരിക്കും. എങ്ങനെയൊക്കെ രാസപരമായിട്ട് വർഗീകരിക്കാൻ പറ്റും ആൽക്കലോയിഡിനെ? ഒന്നാമത്തെ ഉദാഹരണം പഠിച്ചോ? ഒന്ന് ട്രൂ ആൽക്കലോയിഡ് ആയിട്ട്. എങ്ങനെയാണ് ട്രൂ ആൽക്കലോയിഡ്? ട്രൂ ആൽക്കലോയിഡ്സ്. എന്താണ് ഈ ട്രൂ ആൽക്കലോയിഡ്സ്? ഈ ട്രൂ ആൽക്കലോയിഡ്സിൽ എന്ന് പറയുന്ന സമയത്ത് ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. എന്താണ് നമുക്ക് വിശദീകരിക്കാം. 3 ടൈപ്പ് ഉണ്ട്, 3ആയിട്ട് വർഗീകരിക്കാം. ഒന്ന് ട്രൂ ആൽക്കലോയിഡ്സ്, 2 പ്രോട്ടോ ആൽക്കലോയിഡ്സ് കേട്ടോ. പ്രോട്ടോ ആൽക്കലോയിഡ്സ്, 3 കപട ആൽക്കലോയിഡ്സ് കേട്ടോ. കപട ആൽക്കലോയിഡ്സ്. ട്രൂ ആൽക്കലോയിഡ്സ്, പ്രോട്ടോ ആൽക്കലോയിഡ്സ്, കപട ആൽക്കലോയിഡ്സ്. അങ്ങനെ 3ആയിട്ട് രാസപരമായിട്ട് ഇതിനെ വർഗീകരിക്കും. ഈ ട്രൂ ആൽക്കലോയിഡ്സ് പറയുമ്പോൾ ഈ ട്രൂ ആൽക്കലോയിഡ്സിൽ വരുന്ന ഉദാഹരണം ഏതാണെന്നറിയോ? നിക്കോട്ടിൻ, ക്യുനൈൻ ട്ടോ. നിക്കോട്ടിൻ, ക്ലിയർ ആകുന്നില്ല അല്ലേ? ഇത് നിക്കോട്ടിൻ, ക്യുനൈൻ ട്ടോ. നിക്കോട്ടിൻ, ക്യുനൈൻ ഇത് ഏതിന് ഉദാഹരണമാണ്? ട്രൂ ആൽക്കലോയിഡ്സിന് ഉദാഹരണമാണ്. ഈ ട്രൂ ആൽക്കലോയിഡ്സ് എന്ന് പറയുമ്പോൾ ഇവയ്ക്ക് നൈട്രജൻ അതുപോലെ അമിനോ ആസിഡുകളിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഫെറ്ററോസൈക്ലിക് വളയമുണ്ട് കേട്ടോ. ഈ ട്രൂ ആൽക്കലോയിഡ്സ് എന്ന് പറയുമ്പോൾ നൈട്രജനിൽ നിന്നും അതുപോലെ തന്നെ അമിനോ ആസിഡുകളിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന ഒരു വളയമുണ്ട്. എങ്ങനത്തെ വളയം എന്ന് പറയുന്നത്? ഫെറ്ററോസൈക്ലിക് വളയമുണ്ട് എന്നാണ് പറയുന്നത് ട്രൂ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. നൈട്രജനും ഇവയ്ക്ക് ഈ ട്രൂ ആൽക്കലോയിഡ്സിന് നൈട്രജനും അമിനോ ആസിഡുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞതുമായ എന്താണ് ഹെറ്ററോസൈക്ലിക് വളയം ഉണ്ട്. അപ്പൊ ട്രൂ ആൽക്കലോയിഡ്സിന് ഉദാഹരണം ഏതാന്ന് ചോദിച്ചാൽ നിക്കോട്ടിൻ, ക്യുനൈൻ ട്ടോ. നിക്കോട്ടിൻ, ക്യുനൈൻ. ഇനി പ്രോട്ടോ ആൽക്കലോയിഡ് എന്ന് പറയുമ്പോൾ ഇവയ്ക്ക് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നൈട്രജനുള്ള ഒരു ഫെറ്ററോസൈക്ലിക് റിങ് ഇല്ല. ഇവിടെ എന്താണ്? ഹെറ്ററോസൈക്ലിക് റിങ് ഇല്ല. അമിനോ ആസിഡുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് കേട്ടോ. ഇവയുടെക്ക് എന്തുണ്ട്? എഴുതി തരാം. ഹെറ്ററോസൈക്ലിക് വളയം. ഹെറ്ററോസൈക്ലിക് വളയം ഇതിലുണ്ട്. ഏതിൽ നിന്നൊക്കെ വരുന്നത്? നൈട്രജനിൽ നിന്ന് അമിനോ ആസിഡിൽ നിന്ന് വരുന്നത്. പക്ഷെ ഇവിടെ പ്രോട്ടോ ആൽക്കലോയിഡില് നൈട്രജനിൽ നിന്നുള്ള ഹെറ്ററോസൈക്ലിക് വളയം ഇല്ല. പക്ഷേ അമിനോ ആസിഡിൽ നിന്നുള്ളത് ഉണ്ട് കേട്ടോ. അമിനോ ആസിഡിൽ നിന്നുള്ളത് എന്തുണ്ട്? ഹെറ്ററോസൈക്ലിക് വളയം ഉണ്ട്. ഇവിടെ ഉദാഹരണം നമുക്ക് ഏത് പറയാം? കോൾച്ചിസിൻ പറയാം കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ കോൾച്ചിസിൻ എന്ന് പറഞ്ഞില്ലേ? കോൾച്ചിസിൻ ഇതിന് ഉദാഹരണമാണ് പ്രോട്ടോ ആൽക്കലോയിഡിന്. ഇനി കപട ആൽക്കലോയിഡിന് ഇതില് നൈട്രജനിൽ നിന്നുള്ള എന്തുണ്ട്? ഹെറ്ററോസൈക്ലിക് വളയം ഉണ്ട്. ഇവിടെ നൈട്രജൻ ഉണ്ട്, എന്നാൽ അമിനോ ആസിഡുകളിൽ നിന്നുള്ളത് ഇല്ല. കണ്ടോ? ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ട്രൂ ആൽക്കലോയിഡില് കൂട്ടുകാരെ ഉറങ്ങുന്നുണ്ടോ? ആൽക്കലോയിഡ് പഠിച്ചിട്ട് ഉറങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലെ? ട്രൂ ആൽക്കലോയിഡില് നൈട്രജനിൽ നിന്നും അമിനോ ആസിഡുകളിൽ നിന്നും ഉള്ള ഹെറ്ററോസൈക്ലിക് വളയം ഉണ്ട്. പ്രോട്ടോ ആൽക്കലോയിഡില് നൈട്രജനിൽ നിന്നുള്ള എന്തില്ല? ഹെറ്ററോസൈക്ലിക് വളയം ഇല്ല. അമിനോ ആസിഡുകളിൽ നിന്ന് ഉണ്ട്.
കപട ആൽക്കലോയിഡില് നൈട്രജനിൽ നിന്നുള്ള ഹെട്രോസൈക്ലിക് വളയം ഉണ്ട്, അമിനോ ആസിഡിൽ നിന്നുള്ള ഹെട്രോസൈക്ലിക് വളയം ഇല്ല. അപ്പൊ ഫസ്റ്റത്തെ പഠിക്കുമ്പോൾ രണ്ടിലുമുണ്ട്. പ്രോട്ടോ ആൽക്കലോയിഡില് നൈട്രജനിൽ നിന്നും ഇല്ല, കപടത്തില് അമിനോ ആസിഡിൽ നിന്നും ഇല്ല. അങ്ങനെ പഠിക്കുക. ട്രൂ ആൽക്കലോയിഡിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ നിക്കോട്ടിനും ക്യുനൈനും. പ്രോട്ടോ ആൽക്കലോയിഡിന് കോൾച്ചിസിൻ. കപട ആൽക്കലോയിഡിന് ഉദാഹരണം ഏതാണ് പറയുന്നത്? ടിയോഫൈലിൻ ട്ടോ. ടിയോഫൈലിനും കഫീനും ട്ടോ. ടിയോഫൈലിനും കഫീനും ട്ടോ. ടിയോഫൈലിൻ കഫീന്. ഇവിടെ കോൾച്ചിസിൻ. ഇവിടെ ഏതാണ്? കോൾച്ചിസിൻ. ഇവിടെ ഏതാണ്? നിക്കോട്ടിനും ക്യുനിനും. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏരിയ ആണ്. അപ്പൊ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി നിങ്ങൾ മനസ്സിരുത്തിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ആൽക്കലോയിഡ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? മെയ്സിനർ ആണ്. ആൽക്കലോയിഡ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് മെയ്സ്നർ. ആരാണ്? മെയ്സ്നർ. ഓക്കെ, ഇനി സസ്യങ്ങളിൽ നിന്നും ആദ്യമായിട്ട് വേർതിരിക്കപ്പെട്ട ആൽക്കലോയിഡ് ട്ടോ. സസ്യങ്ങളിൽ നിന്നും വേർതിരിക്കപ്പെട്ട ആദ്യത്തെ ആൽക്കലോയിഡ് ഏതാണ്? മോർഫിനാണ് ട്ടോ. മോർഫിനാണ് ആദ്യമായിട്ട് സസ്യങ്ങളിൽ നിന്നും വേർതിരിക്കപ്പെട്ട സസ്യങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ആദ്യത്തെ ആൽക്കലോയിഡ് ഏത് എന്ന് ചോദിച്ചാൽ മോർഫിൻ. ഏതാണ്? മോർഫിൻ. മറക്കരുത് കേട്ടോ. അതേപോലെ മോർഫിൻ വേർതിരിച്ചെടുത്തത് അത് ആരാണ്? ഫ്രെഡറിക് സർട്ടണർ ആണ് കേട്ടോ. ഫ്രെഡറിക് സർട്ടണർ. അപ്പോൾ സസ്യങ്ങളിൽ നിന്നാണ് ആദ്യമായിട്ട് ആൽക്കലോയിഡ് വേർതിരിച്ചെടുത്തത് മോർഫിൻ എന്ന ആൽക്കലോയിഡ് ആണ്. അത് വേർതിരിച്ചെടുത്തത് ഫ്രെഡറിക് സർട്ടണർ ആണ്. അത് മൂന്നാളെ അവിടെ മനസ്സിലാക്കി വെക്കുക. ഏത് സസ്യത്തിൽ നിന്നാണ് ഈ മോർഫിൻ എന്ന് വേർതിരിച്ചെടുത്തത്? ഏത് സസ്യത്തിലാണ്? പോപ്പി ട്ടോ. പോപ്പി. അതുപോലെ പോപ്പിയുടെ മറ്റൊരു പേരാണ് കറുപ്പ് അല്ലെ? കറുപ്പ്. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഒപ്പിയം അല്ലെ? ഒപ്പിയം അല്ലെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ പോപ്പി ട്ടോ. അപ്പൊ ഈ കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണേ. ആൽക്കലോയിഡ് എന്ന പദം ആരെന്ന് ചോദിച്ചാൽ മെയ്സിനർ. സസ്യങ്ങളിൽ നിന്നാണ് ആദ്യമായിട്ട് ആൽക്കലോയിഡ് വേർതിരിച്ചെടുത്തത്. മോർഫിനാണ് ആദ്യത്തെ ആൽക്കലോയിഡ്. വേർതിരിച്ചെടുത്തത് ഫ്രെഡറിക് സർട്ടണർ ആണ്. പോപ്പി അല്ലെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ ഒപ്പിയം എന്നറിയപ്പെടുന്ന സസ്യത്തിൽ നിന്നാണ് ഇത് വേർതിരിച്ചെടുത്തത് കേട്ടോ. ഇനി അമാനിറ്റ എന്ന കുമിളിയിൽ നിന്നും. ഏതാണ്? അമാനിറ്റ. ഇതൊരു കുമിളയാണ്. എന്താണ്? അമാനിറ്റ എന്നറിയപ്പെടുന്ന ഒരു കുമിളിയിൽ നിന്നും നിർമ്മിക്കുന്ന മാരക വിഷം ഏതാണ്? മുസ്കാരിനിയാണ് കേട്ടോ. മുസ്കാരിന. അമാനിറ്റ എന്ന കുമിളിയിൽ നിന്നും നിർമ്മിക്കുന്ന വിഷവാതകം ഏതാണ്? മുസ്കിരിന. ഏതാണ്? മുസ്കാരിന ട്ടോ. മുസ്കാരിന. ഇനി നമ്മളെ മുളക് കടിക്കുന്ന സമയത്ത് എരിയുന്നുണ്ട് അല്ലെ? എന്താണ് ഈ മുളകിന്റെ എരിവിന് കാരണമായിട്ടുള്ള രാസവസ്തു ഏതാണ്? ക്യാപ്സിസിൻ ആണ്. ഏതാണ്? ക്യാപ്സിസിൻ ആണ് കേട്ടോ. മുളകിന്റെ എരിവിന് കാരണമായിട്ടുള്ള രാസവസ്തുവാണ് ക്യാപ്സിസിൻ. ഇനി രക്താർബുദം. ഇപ്പോ പലതരം അസുഖങ്ങളുണ്ട് അല്ലെ? രക്താർബുദം വരാറുണ്ട് അല്ലെ? ഈ രക്താർബുദത്തിന് നൽകുന്ന വിൻക്യുസ്റ്റിൻ, രക്താർബുദം ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ഏത്? വിൻക്യുസ്റ്റിൻ. ഏതാണ്? വിൻക്യുസ്റ്റിൻ. ഈ വിൻക്യുസ്റ്റിൻ നിർമ്മിക്കുന്നത് എവിടെ നിന്നാണ്? ശവന്നാറിയിൽ. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ശവന്നാറിയിൽ നിന്നാണ് വിൻക്യുസ്റ്റിൻ നിർമ്മിക്കുന്നത് കേട്ടോ. ശവന്നാറിയിൽ നിന്നാണ് വിൻക്യുസ്റ്റിൻ നിർമ്മിക്കുന്നത്. അത് രക്താർബുദത്തിന് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതുപോലെ മലേറിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ രക്താർബുദം പഠിച്ചു. ഇനി മലേറിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ക്യുനൈൻ ട്ടോ. ക്യുനൈൻ. ഇത് ഏതിൽ നിന്നാണ് നിർമ്മിക്കുന്നത്? സിങ്കോണയിൽ നിന്നാണ് കേട്ടോ. ക്യുനൈൻ ഏതിൽ നിന്നാണ്? സിങ്കോണ കേട്ടോ. ഇനി അപസ്മാരം. അതില് അപസ്മാരത്തിന് കൊടുക്കും ഏത്? ആടലോടകം. ഏതാണ്? ആടലോടക. എന്തിനാണ്?
അപസ്മാരത്തിന് കൊടുക്കുന്ന ഒരു മരുന്നാണ് ആടലോടകം. അതിൽ നിന്നും ലഭിക്കുന്ന മരുന്നാണ് വാസിസൈൻ കേട്ടോ. ആടലോടകത്തിൽ നിന്നാണ് ഏത്? വാസിസൈൻ കേട്ടോ. ഈ വാസിസൈൻ എന്ന മരുന്നാണ് അപസ്മാരത്തിന് കൊടുക്കുക കേട്ടോ. അപ്പൊ അപസ്മാരത്തിന് കൊടുക്കുന്ന വാസിസൈൻ എന്ന ആൽക്കലോയിഡ് ഏതിൽ നിന്നാണ് ചോദിച്ചാൽ ആടലോടകത്തിലാണ് കേട്ടോ. അപസ്മാരം ആടലോടകം. ഇനി പാവയ്ക്ക, കയ്പയ്ക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് കയ്പുണ്ട് ഇല്ലേ? പാവയ്ക്കയുടെ കയ്പിന് കാരണമായിട്ടുള്ള ആൽക്കലോയിഡ് ഏതാണ്? പാവയ്ക്കയുടെ കയ്പിന് കാരണമായിട്ടുള്ള ആൽക്കലോയിഡ് ഏതാണ്? മോമോർട്ടിക്ക. ഏതാണ്? മോമോർട്ടിക്ക. പറയുന്നുണ്ടോ വീട്ടിലൊക്കെ? നിങ്ങൾ പറയണേ, കയ്പയ്ക്ക കഴിച്ച് അമ്മയൊക്കെ വെച്ച് തരുന്ന സമയത്തെ അല്ലെങ്കിൽ വെക്കുമ്പോ പറയണം കേട്ടോ. അതിന്റെ കയ്പിന് കാരണം മോമോർട്ടിക്കയാണ്. എന്താണ്? മോമോർട്ടിക്ക കേട്ടോ. മോമോർട്ടിക്ക. അപ്പൊ ഇവിടെ എന്തൊക്കെ നമ്മൾ പഠിച്ചു? പദം അല്ലെ? ആൽക്കലോയിഡ് എന്ന പദം ഉപയോഗിച്ചത് മെയ്സനറാണ് എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പഠിച്ചു? സസ്യങ്ങളിൽ നിന്നാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഒരു ആൽക്കലോയിഡ് വേർതിരിച്ചെടുത്തത്. മോർഫിൻ എന്ന ആൽക്കലോയിഡാണ് ആദ്യമായിട്ട് വേർതിരിച്ചെടുത്തത്. ഫ്രെഡറിക് സർട്ടനർ ആണ് അത് വേർതിരിച്ചെടുത്തത്. പോപ്പി അല്ലെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ ഒപ്പിയം എന്ന സസ്യത്തിൽ നിന്നാണ്. അമാനിറ്റ അല്ലെ? അമാനിറ്റ എന്ന കുമിള. അമാനിറ്റ എന്ന് പറയുന്നത് ഒരു കുമിളയാണ്. മുസ്കാരിന അല്ലെ? അമാനിറ്റ എന്ന് പറഞ്ഞത് എന്താണ്? അതൊരു കുമിളയാണ്. അതിൽ നിന്ന് നിർമ്മിക്കുന്ന ഒരു മാരക വിഷമാണ് ഇത്? മുസ്കാരിന കേട്ടോ. മുസ്കാരിന. മുളകിന്റെ എരിവിന് കാരണം ക്യാപ്സിസിൻ ആണ്. രക്താർബുദത്തിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ആൽക്കലോയിഡ് ആണ് വിൻക്വിസ്റ്റിൻ. അത് ശവനാറിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. മലേറിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ആൽക്കലോയിഡ് ആണ് ക്യുനൈൻ. അത് സിങ്കോണ എന്ന സസ്യത്തിൽ നിന്നാണ്. അപസ്മാരത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡ് ആണ് വാസിസൈൻ. അത് ആടലോടകത്തിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. പാവയ്ക്കയുടെ കയ്പിന് കാരണം മൊമോർട്ടിക്കയാണ്. മൊമോർട്ടിക്ക. ഇനി പുകയിലയിൽ അല്ലെ? പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? നിക്കോട്ടിൻ ആണ് അല്ലെ? അത് മാത്രം നമുക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മറ്റതൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ പറ്റും. നിക്കോട്ടിൻ അല്ലെ? ഇനി കുരുമുളകില് അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? നമ്മൾ കുരുമുളകിനെ പെപ്പർ എന്ന് പറയും അല്ലെ? പെപ്പറിന കേട്ടോ. പെപ്പറിൻ. ഓക്കെ, പെപ്പറിന കേട്ടോ. പെപ്പറിന. ഇനി ഈ കുരുമുളകിന്റെ എരിവിന് കാരണമായിട്ടുള്ളത് എന്താണ്? കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാന്ന് ചോദിച്ചാൽ പെപ്പറിന. പക്ഷെ കുരുമുളക് കടിക്കുന്ന സമയത്ത് എരിവുണ്ടാകാറുണ്ട് അല്ലെ? അതിന് കാരണമായിട്ടുള്ള രാസവസ്തു ഏതാണ്? കരിയോഫിലിൻ ട്ടോ. കരിയോഫിലിൻ ആണ്. ഇനി ഗ്രാമ്പൂല്, ഗ്രാമ്പു നല്ല മണമാണ് അല്ലെ? അതിന്റെ സുഗന്ധത്തിന് കാരണമായിട്ടുള്ള ആൽക്കലോയിഡ് ഏതാണ്? യൂജിനോൾ ആണ് കേട്ടോ. യൂജിനോൾ. ഗ്രാമ്പുവിന്റെ സുഗന്ധത്തിന് കാരണം യൂജിനോൾ എന്ന ആൽക്കലോയിഡ് ആണ് കേട്ടോ. ഇനി ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്, ഇഞ്ചി നമ്മൾ ജിഞ്ചർ പറയില്ലേ? ജിഞ്ചറിൻ ട്ടോ. ജിഞ്ചറിൻ. ഇനി തേയിലയിൽ ഏതാണ്? തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് തേയിൻ. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് കുർക്കുമിൻ. കുർക്കുറേ അല്ലെ? എന്താണ്? മഞ്ഞളില് കുർക്കുമിൻ. പിന്നെയോ ആര്യവേപ്പിലയില്ലേ? ആര്യവേപ്പിലിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? നിംബിൻ ആണ് കേട്ടോ. നിംബിൻ എന്ന ആൽക്കലോയിഡ് ആണ്. അല്ലെങ്കിൽ മറ്റൊരു പേര് മാർഗോസിൻ കേട്ടോ. മാർഗോസിൻ അല്ലെങ്കിൽ നിംബിൻ ആര്യവേപ്പിലയിലാണ്. ഇനി ജമന്തി ചെടിയിൽ നിന്ന്, ആ ജമന്തി ചെടിയിൽ നിന്ന് ഒരു ആൽക്കലോയിഡ് വേർതിരിക്കാറുണ്ട്. അതിന്റെ പേരെന്താന്ന് അറിയോ നിങ്ങൾക്ക്? പൈറത്രോയിഡ് ആണ് കേട്ടോ. പൈറത്രോയിഡ്. ജമന്തിയിൽ നിന്നും വേർതിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? പൈറത്രോയിഡ് ആണ് കേട്ടോ. ഇനി കാഞ്ഞിരമില്ലേ? കയ്പുള്ളതേ. കാഞ്ഞിരത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണെന്നറിയോ? സ്ട്രൈക്കനിൻ ആൻഡ് ബ്രൂസിനിൻ ട്ടോ. സ്ട്രൈക്കനൈൻ, NINE ആണ് കേട്ടോ. സ്ട്രൈക്കനൈൻ ആൻഡ് ബ്രൂസിൻ ട്ടോ. സ്ട്രൈക്കനിൻ ആൻഡ് ബ്രൂസിൻ ആണ് കാഞ്ഞിരത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് കേട്ടോ. ഇനി ഈ ഡെപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡ് അറിയോ? ഡെപ്രസന്റ് ആയിട്ട്
ഡെപ്രസെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡ് മോർഫിനും അതുപോലെ ഹെറോയിനുമാണ് കേട്ടോ. ഹെറോയിനും മോർഫിനും ഹെറോയിനും. ഇനി ഫംഗസിൽ നിന്നും ഒരു ആൽക്കലോയിഡ് വേർതിരിക്കും. ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? എർഗറ്റാമിൻ ആണ് കേട്ടോ. എർഗറ്റാമിൻ ഒരു ലെവൽ ആയിട്ടുണ്ടാവില്ല. ഇപ്പൊ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം റിവിഷൻ ചെയ്ത് വെച്ചാൽ മതി. അത്ര മതി കേട്ടോ. ഫംഗസിൽ നിന്ന് ഏതാണ്? എർഗറ്റാമിൻ. തക്കാളി ഇല്ലേ, തക്കാളി, ഈ തക്കാളിയിൽ കാണപ്പെടുന്ന ഫംഗസിനെ പ്രതിരോധിക്കാൻ സ്വഭാവമുള്ള ഒരു ആൽക്കലോയിഡ്. ഇപ്പൊ തക്കാളിയിലൊക്കെ ഒരു ഫംഗസ് വരികയാണെങ്കിൽ ആ ഫംഗസിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു തക്കാളിയിൽ ഒരു ആൽക്കലോയിഡ്, അത് എന്താണ്? ടൊമാറ്റിൻ ആണ് കേട്ടോ. ടൊമാറ്റിൻ. ചിലപ്പോൾ ടൊമാറ്റോ എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ടൊമാറ്റോ എന്ന് എഴുതരുത്. എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ വരുന്നുണ്ട്. നമ്മളിപ്പോ നേരത്തെ തേയിലയിൽ പഠിച്ചു അല്ലെ, തേയിൻ കണ്ടോ. ഇഞ്ചി ജിഞ്ചർ എന്ന് പറയും. ജിഞ്ചർ കണ്ടോ. മഞ്ഞൾ നമുക്കറിയാം അല്ലേ, കുർക്കുമിൻ കണ്ടോ. അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ പുകയിലിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതെന്ന് ചോദിച്ചാൽ നിക്കോട്ടിൻ. കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് പെപ്പറിൻ. കുരുമുളകിന്റെ എരിവിന് കാരണം ഏതാന്ന് ചോദിച്ചാൽ കരിയോഫിലിൻ. പിന്നെ ഗ്രാമ്പൂവിന്റെ മണത്തിന് കാരണം, സുഗന്ധത്തിന് കാരണം യൂജിനോൺ. ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ജിഞ്ചറിൻ. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന തേയിനിൻ. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ. ആര്യവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്നത് നിംബിൻ അല്ലെങ്കിൽ മാർഗോസിൻ. ജമന്തിയിൽ നിന്ന്, ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ആൽക്കലോയിഡ് പൈറത്രോയിഡ് അയനാണ്. ഏതാണ്? പൈറത്രോയിഡ്. കാഞ്ഞിരത്തിൽ നിന്ന് സ്ട്രൈക്കനിൻ ആൻഡ് ബ്രൂസിനിൻ. ഡെപ്രസെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡ് മോർഫിനും ഹെറോയിനുമാണ്. ഫംഗസിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ആൽക്കലോയിഡാണ് എർഗറ്റാമിൻ. തക്കാളിയിൽ ഫംഗസ് ബാധ ഏൽക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആൽക്കലോയിഡാണ് ടൊമാറ്റിൻ. ഇതാണ് ടൊമാറ്റിൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആൽക്കലോയിഡിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. 2-3 പ്രാവശ്യം വായിച്ചാലേ നമുക്ക് മനസ്സിലാകുള്ളൂ. ഒത്തിരി ടഫ് ഏരിയ ആണല്ലേ കെമിസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒത്തിരി ടഫ് ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് പഠിച്ചേ പറ്റൂ. പഠിക്കാതെ നമുക്ക് കഴിയില്ല. ഓക്കെ, അപ്പൊ താഴെ എന്തായാലും കമന്റ് ചെയ്തിട്ട് പോകുമെന്ന് വിചാരിക്കണം. നന്നായിട്ട് പഠിച്ചു മാറ്റാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.